ഹലോ ഗെയ്സ്, നമ്മുടെ മൈപ്പീലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു മുട്ടക്രോസ് എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച് നമുക്കതൊന്ന് വിഴുക്ക് വരട്ടാം. അതിലേക്ക് വേണ്ടി മുട്ടക്രോസ് നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ച് 2 സവാള, കറിവേപ്പില, പച്ചമുളക്. അങ്ങനെ ഞങ്ങൾ അടുപ്പ് പരിച്ച് ഇരുമ്പിച്ചട്ടി അടുപ്പിൽ വെച്ച്. അപ്പം നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ വേവിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഭയങ്കര മഴ, എല്ലാവർക്കും അവിടെ മഴയൊക്കെ ഉണ്ടാ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരുമ്പിച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ വീത്ത. ഉഴുന്ന് വേണം എന്നുള്ളവർക്ക് കടുക് വറുക്കുമ്പോൾ ഇടാം, നമുക്ക് ഉഴുന്ന് വേണ്ട. വെളിച്ചെണ്ണ നിന്ന് കടുകിടാം. കറിവേപ്പില, 2 സവാള, പച്ചമുളക് 3 എണ്ണം, ഉള്ളി നല്ലോണം വാഴട്ട് പാകത്തിന് ഉപ്പ്. ഉഴുന്നിട്ടാൽ നല്ലതായിരിക്കും, പക്ഷെ നമുക്കിവിടെ ഉഴുന്ന് വേണ്ട. നമ്മുടെ സാധാ നാടൻ രീതിയാണ്. കഴുകി വൃത്തിയാക്കി മുട്ടക്രോസ് നമ്മൾ അരിഞ്ഞ് വെച്ച് അത് നമുക്ക് അതിലോട്ടിട്ട് അതും കൂടെ വറക്കാം. പല ആളുകളും പല രീതിയായിരിക്കും. ചിലർ മഞ്ഞൾപ്പൊടി ഇടില്ല, നമുക്കിതേപോലെ മഞ്ഞൾപ്പൊടി ഇടണം. ചെറിയ തീയിൽ എന്നിട്ട് നമ്മൾ അടച്ചിട്ട് വേവിക്കുമ്പോൾ അത് വേവും. വെള്ളമൊന്നും വീട്ടേണ്ട ആവശ്യമില്ല, ആ എണ്ണയിൽ തന്നെ വേവും. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ആ എണ്ണയിൽ തന്നെ വേവും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ തീയിലിടണം, അപ്പോഴാണ് നല്ലോണം വേവുന്നത്. വേറെ വലിയ തീയിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ഉള്ളൊന്നും നല്ലോണം വേവില്ല. നമ്മുടെ ഈ മുട്ടക്കോസ് കൊണ്ട് തോരൻ പരിപ്പ് വെച്ച് കറി വയ്ക്കാനും പറ്റും, വട ഉണ്ടാക്കാനും പല രീതിയിൽ ചെയ്യുമല്ലോ. നമ്മുടെ
മുട്ടക്ലോസ് പിഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും മൈപ്പീലിയിലേക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ബൈ.